അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ വിദ്യാർത്ഥി വിഭാഗം മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് MSM എല്ലാ റമദാനിലും നടത്തി വരാറുള്ള ഖുർആൻ വിജ്ഞാന പരീക്ഷ, ഈ വർഷത്തെ ഖുർആൻ വിജ്ഞാന പരീക്ഷ ഇൻഷാ അല്ലാഹ് മാർച്ച് 16 ഞായറാഴ്ച നടക്കാനിരിക്കുകയാണ്. ഖുർആൻ വിജ്ഞാന പരീക്ഷയുടെ സിലബസായി സീനിയർ വിഭാഗത്തിന് MSMൻ്റെ സംസ്ഥാന സമിതി നിശ്ചയിച്ചിട്ടുള്ള 2 സൂറത്തുകൾ, അതിലൊന്നാമത്തെ സൂറത്ത് 40-ാമത്തെ അധ്യായമായ സൂറത്ത് ഗാഫിർ, അതിൻ്റെ ക്ലാസ്സുകൾ ഓൺലൈനിലായിക്കൊണ്ട് നമ്മൾ കേട്ടു, പഠിച്ചു, മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സീനിയർ വിഭാഗത്തിൻ്റെ 2ാമത്തെ സൂറത്തായ 41-ാമത്തെ അധ്യായമായ ഹമീം സജദ, അതല്ലെങ്കിൽ സൂറത്തു ഫുസ്സിലത്ത് എന്ന് വിളിക്കപ്പെടുന്ന മക്കയിൽ അവതീർണമായ 54 വചനങ്ങളുള്ള അധ്യായമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ, ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിക്കുവാൻ വേണ്ടി, മനസ്സിലാക്കുവാൻ വേണ്ടി തയ്യാറാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 41-ാമത്തെ അധ്യായമായ സൂറത്തു ഫുസ്സിലത്ത് അല്ലെങ്കിൽ ഹമീം സജദ മക്കയിൽ അവതരിച്ച അധ്യായമാണ്. മക്കയിൽ അവതരിച്ചത് അല്ലെങ്കിൽ മദീനയിൽ അവതരിച്ചത് എന്നിങ്ങനെ വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളെ 2ആയി തിരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതെന്താണ് എന്ന് നമുക്കറിയാം, എങ്കിലും സാന്ദർഭികമായിട്ടൊന്ന് സൂചിപ്പിക്കുക എന്ന് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. എന്താണ് മക്കിയായ സൂറത്ത്? ചിലരൊക്കെ പറയും മക്കയിൽ അവതരിച്ച സൂറത്തുകൾക്കാണ്, മക്കയിൽ അവതരിച്ച ആയത്തുകൾക്കാണ് മക്കിയായ സൂറത്ത് അല്ലെങ്കിൽ മക്കിയായ ആയത്തുകൾ എന്ന് നമ്മൾ പറയാം. മദീനയിൽ അവതരിച്ചത് മദനിയായ സൂറത്ത് എന്നും മദീനയിൽ അവതരിച്ച ആയത്തുകളെ മദനിയായ ആയത്ത് എന്നൊക്കെ സാധാരണ പറയലുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ കൃത്യമായ നിർവചനം എന്ന് പറഞ്ഞാൽ നമ്മുടെ തഫ്സീറിൽ അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളില്ല എങ്കിലും സാന്ദർഭികമായി വിശുദ്ധ ഖുർആനിൻ്റെ ഒരു സൂറത്തിൻ്റെ തുടക്കം എന്ന നിലക്ക് ആ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ള ഒരു രൂപത്തിലാണ് ഇത് സൂചിപ്പിക്കുന്നത്. മക്കിയായ സൂറത്ത് എന്ന് പറഞ്ഞാൽ മാ നുസില ഖബ്ലൽ ഹിജ്റ, അള്ളാഹുവിൻ്റെ റസൂല് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്നതിൻ്റെ മുമ്പ് ഇറങ്ങിയ അധ്യായങ്ങളെയാണ്, സൂറത്തുകളെയാണ്, ആയത്തുകളെയാണ് മക്കിയായത് എന്ന് നമ്മൾ വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ മദനിയായതാകുമ്പോൾ നമുക്കറിയാം മാ നുസില ബഅദൽ ഹിജ്റ, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഹിജ്റ പലായനം സംഭവിച്ചതിനു ശേഷം ഇറങ്ങിയിട്ടുള്ള സൂറത്തുകളെ, ആയത്തുകളെ, അധ്യായങ്ങളെയാണ് മദനിയായ സൂറത്ത്, ആയത്ത് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി നമ്മുടെ സിലബസിലേക്ക് ഹാമീൻ സജദ, സൂറത്ത് ഫുസ്സിലത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇമാം ബൈഹഖി അതുപോലെ തന്നെ ഹാക്കിം റഹ്മഹുമുല്ലാ ഇവരെപ്പോലെയുള്ള പല മുഹദ്ദിസുകളും ഹദീസ് പണ്ഡിതന്മാരും രേഖപ്പെടുത്തി വെച്ച ഒരു സംഭവം നമുക്ക് ഇതിൻ്റെ ആമുഖമായി നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ തൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി സജീവമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഖുറൈശികൾ ആരാധിച്ചു പോന്നിരുന്ന, അവർ വിശ്വസിച്ചു പോന്നിരുന്ന, അവർ ആചരിച്ചു പോന്നിരുന്ന അവരുടെ പല ആചാരങ്ങളെയും അവരിലെ വിശ്വാസ തെറ്റുകളെയും അധാർമികപരമായ ചിന്തകളെയും ഒക്കെ എതിർത്തുകൊണ്ട് പ്രവാചകൻ വളരെ സജീവമായി തൻ്റെ പ്രബോധന പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. മക്കയിലെ കാലഘട്ടം നമുക്കറിയാം, ഒരുപാട് പ്രയാസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ വിശ്വസിച്ച അവിടുത്തെ പ്രിയപ്പെട്ട അനുചരന്മാരും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഒട്ടനവധി പ്രശ്നങ്ങൾ, ഒട്ടനവധി ആക്രമണങ്ങൾ, ഒട്ടനവധി വെല്ലുവിളികളാണ് മക്കിയായ പ്രവാചകന്റെ മക്ക ജീവിതത്തിൽ
അനുഭവിച്ചിട്ടുള്ളത് എന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ മക്കയിലായിരിക്കുന്ന സമയത്ത് പ്രബോധന പ്രവർത്തനങ്ങളുമായി സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഖുറൈശികൾ പ്രവാചകന്റെ ആ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുവാൻ എന്തൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ എന്ന് യോഗങ്ങൾ ചേർന്ന് തീരുമാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഖുറൈശികൾ ഒരു യോഗം ചേരുന്നു. ആ യോഗത്തിൽ പ്രവാചകനോട് അതല്ലെങ്കിൽ പ്രവാചകന്റെ അടുക്കൽ പോയി സംസാരിക്കുവാൻ ഖുറൈശികൾ ഒരു പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നു. എന്തിനാണ് പ്രവാചകനോട് സംസാരിക്കുന്നത്? ഖുറൈശികൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കിയ, ഖുറൈശികൾക്കിടയിൽ കലഹങ്ങൾ ഉണ്ടാക്കിയ, ഖുറൈശികൾക്കിടയിൽ പ്രശ്നങ്ങൾക്ക് തുടക്കക്കാരനായ മുഹമ്മദ് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ദൗത്യ നിർവഹണത്തിൽ നിന്നും പ്രവാചകനെ, മുഹമ്മദിനെ തടയിടാൻ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുവാൻ ഒരു ആളെ മുഹമ്മദിനോട് സംസാരിക്കുവാൻ വേണ്ടി ഖുറൈശികൾ തിരഞ്ഞെടുക്കാൻ. കവിതയിലും ജാലവിദ്യയിലും അതുപോലെ തന്നെ പ്രശ്നവിദ്യയിലുമൊക്കെ അങ്ങേയറ്റത്തെ അഗ്രഗണ്യനായ ഒരാളായിരിക്കണം മുഹമ്മദിനോട് സംസാരിക്കേണ്ടത്. കാരണം മുഹമ്മദ് ഇങ്ങോട്ട് തിരിച്ചു പറയുന്ന വാചകങ്ങൾ അത് ഏത് രൂപത്തിലാണെങ്കിലും അതിനോട് മല്ലടിക്കുവാൻ, അതിനോട് പോരടിക്കുവാൻ പ്രാപ്തമായ ഒരാൾ തന്നെ മുഹമ്മദിനോട് സംസാരിക്കണം എന്ന നിലക്ക് ഖുറൈശികളെല്ലാം യോഗം ചേർന്ന് ഉത്ബത്ത് ബിൻ റബീഅ എന്ന് പറയുന്ന ഖുറൈശികളിലെ പ്രമാണിയായ ഒരാളെ ഖുറൈശികൾ തെരഞ്ഞെടുക്കുകയാണ്. ഉത്ബയുടെ ദൗത്യമെന്ന് പറഞ്ഞാൽ പ്രവാചകനെ സമീപിക്കുകയും പ്രവാചകനോട് തൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്ബത്ത് ബിൻ റബീഅ പ്രവാചകന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. പ്രവാചകനോട് ചോദിച്ചു, മുഹമ്മദേ, നീയാണോ നിന്റെ പിതാവ് അബ്ദുള്ളയാണോ ഉത്തമൻ? അള്ളാഹുവിന്റെ റസൂല് മൗനം അവലംബിച്ചു, മറുപടി ഒന്നും നൽകിയില്ല. ഉത്ബ ചോദിച്ചു, മുഹമ്മദേ, നീയാണോ നിന്റെ പിതാമഹൻ അബ്ദുൽ മുത്തലിബാണോ ഏറ്റവും ഉത്തമനായവൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി ഒന്നും നൽകിയില്ല, മൗനം അവലംബിച്ചു. ഉത്ബ പറഞ്ഞു, മുഹമ്മദേ, നിന്നെക്കാളും ശ്രേഷ്ഠനായിരുന്നു നിന്റെ പിതാവ് അബ്ദുള്ള, നിന്നെക്കാളും ശ്രേഷ്ഠനായിരുന്നു നിന്റെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ്. അവരൊക്കെ ആചരിച്ചു പോന്ന, അവരൊക്കെ വിശ്വസിച്ചു പോന്ന, അവരൊക്കെ ആരാധിച്ചു പോന്ന ഒരു വിശ്വാസത്തെ, അതല്ലെങ്കിൽ അവരുടെ സങ്കല്പത്തിലുള്ള ആശയങ്ങളെയാണ് മുഹമ്മദ് നീ എതിർത്തുകൊണ്ടിരിക്കുന്നത്. നിന്നെപ്പോലെ ഖുറൈശികൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കിയ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയ, ഞങ്ങൾക്കിടയിലെ ഇഷ്ടത്തെ ഇല്ലാതാക്കിയ, ഞങ്ങൾക്കിടയിലെ ഐക്യത്തെ തകർത്ത ചമ്മാടിയായ ഒരു മനുഷ്യൻ വേറെയില്ല. നിന്നെപ്പോലെ വലിയ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ച, നിന്നെപ്പോലെ ലക്ഷണം കെട്ട ഒരാൾ പോലും ഈ ജനതയിലില്ല എന്നുവരെ ഉത്ബയുടെ സംസാരത്തിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്തിക്കൊണ്ട് ഉത്ബ സംസാരിക്കുകയാണ്. റസൂൽ ഇതൊക്കെ കേട്ടുനിന്ന് ഒരുപാട് നേരത്തെ ഉത്ബയുടെ സംസാരത്തിനു ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാന്യമായ രൂപത്തിൽ ഉത്ബയോട് ചോദിച്ചു, നിങ്ങളുടെ സംസാരമൊക്കെ കഴിഞ്ഞോ? നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ കഴിഞ്ഞോ? ഉത്ബ പറഞ്ഞു, അതെ, എനിക്ക് പറയാനുള്ളതൊക്കെ കഴിഞ്ഞു, ഇനി നിനക്ക് പറയാനുള്ളത് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ സമയത്ത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന വിശുദ്ധ ഖുർആനിന്റെ 41-ാമത്തെ അധ്യായം ഹാമീം സജദ, അതല്ലെങ്കിൽ ഫുസ്സിലത്ത് എന്ന് വിളിക്കപ്പെടുന്ന ഈ അധ്യായത്തിലെ ആദ്യത്തെ ഏതാനും ചില വചനങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്ബയുടെ മുമ്പിൽ ഓതി കേൾപ്പിക്കുകയാണ്. ആദ്യത്തെ 13 വചനങ്ങൾ. ആ 13 വചനങ്ങൾ ഓതി കേൾപ്പിക്കുമ്പോൾ ആ 13-ാമത്തെ വചനം അവസാനിച്ചപ്പോൾ അതുവരെ കേട്ടുനിന്ന, കൈ പിന്നിലേക്ക് കെട്ടി കേട്ടുനിന്ന ഉത്ബത്ത്, അതിനൊക്കെ നിസ്സാരമായി കേട്ടുനിന്ന ഉത്ബത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, മതി, ഇനി നീ പാരായണം ചെയ്യല്ലേ, ഇനി നിന്റെ വായിൽ നിന്ന് അത് കേൾക്കാനുള്ള ശക്തി എനിക്കില്ല എന്ന് അപേക്ഷിച്ചു പറഞ്ഞു വന്നാൻ. എന്നിട്ട് ഉത്ബ അവിടുന്ന് തിരികെ പോവാ. ഖുറൈശികൾ ഉത്ബയുടെ മടക്കം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഖുറൈശികൾക്ക് വലിയ നിരാശയുണ്ടാക്കി. ഉത്ബ അവരുടെ അടുക്കിലേക്ക് ചെന്നിട്ടില്ല. ഖുറൈശികൾ ഒരു വേള സംശയിച്ചു. പ്രവാചകനെ, മുഹമ്മദിന്റെ ദൗത്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ, മുഹമ്മദിന്റെ ദൗത്യത്തിന് തടസ്സം സൃഷ്ടിക്കുവാൻ നമ്മൾ പറഞ്ഞയച്ച ഉത്ബ ഇതാ മുസ്ലിമായിട്ടുണ്ടോ
എന്നുവരെ അവർ സംശയിക്കുന്ന രൂപത്തിലായിരുന്നു ഉത്ബയുടെ മടക്കം എന്ന് ആ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ ഖുറൈശികളൊക്കെ ഉത്ബയെ കാണാൻ വേണ്ടി പോയി. ഉത്ബയോട് അദ്ദേഹത്തിൻ്റെ അവിടെ ഉണ്ടായ അനുഭവത്തെക്കുറിച്ചും സംസാരത്തെക്കുറിച്ചുമൊക്കെ ഖുറൈശികൾ ചോദിച്ചപ്പോൾ ഉത്ബ പറഞ്ഞു, മുഹമ്മദിനെയും അവൻ്റെ കാര്യത്തെ നിങ്ങൾ വിട്ടേക്കുക. നിശ്ചയമായും അവനൊരു ഭാവിയുണ്ട്. അവൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. വേറെ എന്തു വാക്ക് നിങ്ങൾ നിരസിച്ചാലും വിരോധമില്ല. പക്ഷേ മുഹമ്മദ് പറയുന്ന വാചകങ്ങൾ, മുഹമ്മദ് പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടെ കേൾക്കുകയും അത് ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാവുകയും വേണം എന്ന് ഉത്ബ ഖുറൈശികളോട് പറഞ്ഞു വന്നാൻ. അങ്ങനെ ഉത്ബയുടെ മനസ്സിൽ പ്രവാചകന്റെ ദൗത്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ഖുറൈശികൾ തിരഞ്ഞെടുത്ത കവിതയിലും തർക്കവിദ്യയിലും അതുപോലെ തന്നെ ആവിചാരവിദ്യയിലുമൊക്കെ കൃത്യമായ അഗ്രഗണ്യനായ ആ ഉത്ബയെപ്പോലും നിശബ്ദനാക്കിയ ചില വചനങ്ങൾ, ആ വചനങ്ങളാണ് സൂറത്ത് ഫുസ്സിലത്തിന്റെ തുടക്കത്തിലൂടെ, ഹമീം സജദയുടെ തുടക്കത്തിലൂടെ നമുക്ക് പഠിക്കുവാനുള്ളത്. നോക്കൂ നിങ്ങൾ, ബിസ്മില്ലാഹി റഹ്മാനി റഹീം ആയത്തുകളിലേക്ക് കടക്കാൻ. ബിസ്മില്ലാഹി റഹ്മാനി റഹീം, ബസ്മല, ബിസ്മി ചൊല്ലുന്നതിന് ബസ്മല എന്ന് പറയുക. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. എന്നിട്ട് അല്ലാഹു പറയുന്നു ഒന്നാമത്തെ വചനം ഹാമീം. ഹാമീം അതിൻ്റെ അർത്ഥം നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ അമാനി മൗലയുടെ തഫ്സീറിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സൂറത്തുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഹുറൂഫുൽ മുഖത്തഅ എന്ന പേരിൽ അറിയപ്പെടുന്ന ഏതാനും ചില അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന കേവലാക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന ചില സൂറത്തുകൾ. ഇവിടെ ഈ സൂറത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഏതാനും ചില സൂറത്തുകൾ ആരംഭിക്കുന്നത് മുഴുവൻ ഹമീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഹമീം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ചില സൂറത്തുകൾ, ഈ സൂറത്തടക്കമുള്ള ചില സൂറത്തുകൾ തുടങ്ങുന്നത് ഹമീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല, അല്ലാഹു അഅലം. എന്നിട്ട് അല്ലാഹു പറയുന്നു തൻസീലും മിനർ റഹ്മാനി റഹീം. തൻസീലും മിനർ റഹ്മാനി റഹീം, പരമകാരുണ്യകനായ കരുണാനിധിയായ അല്ലാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് ഇത്. ഏതാണത്? പരിശുദ്ധമായ ഖുർആൻ. ആ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിൽ നിന്നുള്ള അവതാരമാണ്. ഈ വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ സൃഷ്ടാവായ എല്ലാ വസ്തുക്കളോടും എല്ലാ ജീവികളോടും മനുഷ്യകുലത്തോടുമൊക്കെ കരുണ കാണിക്കുന്ന കരുണാനിധിയായ പരമകാരുണ്യകനായ റബ്ബിങ്കിൽ നിന്നുള്ള അവതീർണമാണ് ഈ പരിശുദ്ധമായ ഖുർആൻ. എന്നിട്ട് അല്ലാഹ് മൂന്നാമത്തെ ആയത്തിലൂടെ അല്ലാഹ് പറയുന്നു കിതാബുൻ ഫുസ്സിലത് ആയാതുഹു ഖുർആനൻ അറബിയ്യൻ ലിഖൗമിൻ യഅലമൂൻ. അല്ലാഹു പറയാ കിതാബുൻ, ഈ ഗ്രന്ഥമുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ പരമകാരുണ്യകനായ കരുണാനിധിയായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഈ ഗ്രന്ഥം കിതാബുൻ, അതൊരു ഗ്രന്ഥമാണ്. എന്താണ് ആ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത? ഫുസ്സിലത്ത്, വിശദീകരിക്കപ്പെട്ടിട്ടുള്ള, ഫുസ്സിലത്ത് വിശദീകരിക്കപ്പെട്ടത് എന്നർത്ഥം. വിശദീകരിക്കപ്പെട്ട, എന്ത് വിശദീകരിക്കപ്പെട്ടു? ആയാത്തുഹു, അതിൻ്റെ ആയത്തുകൾ, ആ വിശുദ്ധ ഖുർആനിലുള്ള വചനങ്ങളെ വിശദീകരിക്കപ്പെട്ടൊരു ഗ്രന്ഥമാണ് പരമകാരുണ്യകനായ നാഥനിൽ നിന്നും അവതീർണമായ ഈ ഗ്രന്ഥം എന്ന് ഖുർആനിനെ കുറിച്ച് പറയാൻ. ഖുർആനൻ, എന്നിട്ടോ ഖുർആൻ, ആ ഖുർആൻ എന്താണത്? പാരായണ ഗ്രന്ഥമാണ്. അറബിയൻ, അറബി ഭാഷയിലുള്ള ഒരു പാരായണ ഗ്രന്ഥം. ആ പാരായണ ഗ്രന്ഥമാകുന്ന ഖുർആനിന്റെ ആയത്തുകളെ കൃത്യമായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുന്നു ലിഖൗമി യഅലമൂൻ, അറിയുന്ന ജനങ്ങൾക്ക് വേണ്ടി, അറിവുള്ളവർക്ക് വേണ്ടി, അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും കണ്ടെത്താനും കഴിവുള്ളവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ആയത്തുകളെ വിശദീകരിക്കപ്പെട്ട, അതുപോലെ തന്നെ വായിക്കുവാൻ വേണ്ടി അറബിയിലാക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് പരമകാരുണ്യകനായ നാഥനിൽ നിന്നും അവതരിപ്പിക്കപ്പെട്ട ഈ ഗ്രന്ഥം എന്ന് വിശുദ്ധ ഖുർആനിനെ പരിചയപ്പെടുത്തുന്നു. എന്നിട്ടോ വിശുദ്ധ ഖുർആന്റെ ലക്ഷ്യത്തെക്കുറിച്ച്, അതിൻ്റെ അവതരണ ലക്ഷ്യത്തെക്കുറിച്ച് പറയാൻ ബഷീറൻ വനദീറൻ ഫഅറള അക്സറുഹും ഫഹും ലാ യസ്മഊൻ. അല്ലാഹു പറയാൻ ബഷീറൻ വനദീറ, ബഷീറായിക്കൊണ്ട് നദീറായിക്കൊണ്ട്. എന്താണ് ബഷീർ?
നമുക്കറിയാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പല ഭാഗങ്ങളിലും ബഷീർ എന്നും നദീറൊക്കെ എന്ന് വിശദീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഈ ആയത്തിൽ പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് പറയാണ് ബഷീറൻ, ഇത് സന്തോഷ വാർത്ത അറിയിക്കുന്ന ഗ്രന്ഥമാണ്. സത്യം ചെയ്യുന്നവർക്ക്, വിശ്വാസികൾക്ക്, അതുപോലെ തന്നെ അമലു സ്വാലിഹാത്തുകൾ ചെയ്യുന്നവർക്ക്, അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനിൽ വിശ്വസിക്കുകയും അവരനുസരിക്കുകയും ചെയ്യുന്നവർക്ക് ബഷീറായിക്കൊണ്ടുള്ള ഗ്രന്ഥം, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്ന ഒരു ഗ്രന്ഥം. വനദീറൻ, അതേപോലെ തന്നെ താക്കീത് നൽകുന്ന ഗ്രന്ഥമാണ്. താക്കീത് നൽകുന്ന, തെറ്റുകൾ ചെയ്യുന്ന, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, അവിശ്വസിച്ചിട്ടുള്ള പ്രവാചകനെ ധിക്കരിക്കുന്ന, പ്രവാചകനെ അവിശ്വസിക്കുന്ന, പ്രവാചകനെ കളവാക്കുന്ന ആളുകൾക്ക് ഒരു താക്കീതുമായി കൊണ്ട് നരകത്തെക്കുറിച്ചുള്ള, ശിക്ഷയെക്കുറിച്ചുള്ള, വേദനാജനകമായ ശിക്ഷകളെക്കുറിച്ചുള്ള താക്കീതുമായി കൊണ്ടാണ് ഈ ഗ്രന്ഥം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ളത് എന്നാണ്. സന്തോഷ വാർത്ത അറിയിക്കുന്ന, താക്കീത് നൽകുന്ന ഒരു ഗ്രന്ഥമായിക്കൊണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുക, ഫഅറള അക്സറുഹും ഫഹും ലാ യസ്മഊൻ. ഫഅറള അക്സറുഹും, അധികം ആളുകളും ഈ ഖുർആനിനെ അവഗണിക്കാൻ, അധികം ആളുകളും ഈ ഖുർആനിനെ അവഗണിച്ച് തിരിഞ്ഞു കളയുകയാൻ. ഫഹും ലാ യസ്മഊൻ, അവർ ഈ ഖുർആനിന് ചെവി കൊടുത്ത് കേൾക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഖുർആൻ എന്ന് പറയുന്നത് താക്കീത് നൽകുന്ന ഗ്രന്ഥമാണ്. ഖുർആൻ എന്നുള്ളത് സന്തോഷ വാർത്ത അറിയിക്കുന്ന ഗ്രന്ഥമാണ്. നമുക്കറിയാലോ, ഖുർആന്റെ ആയത്തുകൾ ഓതുമ്പോൾ നമ്മൾ കാണാറുണ്ട് എത്രയെത്ര ആയത്തുകളിലൂടെ വിശ്വാസികളായ അമലു സ്വാലിഹാത്തുകൾ ചെയ്യുന്ന, സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക്, പ്രവാചകനെ വിശ്വസിക്കുന്ന, അള്ളാഹുവിൽ വിശ്വസിച്ച പ്രവാചകന്റെ അധ്യാപനങ്ങളെ അനുസരിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന എത്ര ആയത്തുകളുണ്ട്. അതുപോലെ തന്നെ നിഷേധികളായ ആളുകൾക്ക്, കാഫിറുകളായ ആളുകൾക്ക്, അവിശ്വാസികളായ ആളുകൾക്ക് അവരനുഭവിക്കാൻ പോകുന്ന പ്രയാസത്തെക്കുറിച്ചും ദുരിതങ്ങളെക്കുറിച്ചും ദുരന്തങ്ങളെക്കുറിച്ചും ശിക്ഷകളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന, താക്കീത് നൽകുന്ന ആയത്തുകളുണ്ട് ഖുർആനിൽ. എന്നിട്ട് അല്ലാഹു പറയാ, ഫഅറള അക്സറുഹും ഫഹും ലാ യസ്മഊൻ. എത്രയെത്ര ആളുകൾ ഈ ഖുർആന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ അവഗണിക്കുന്നുണ്ട്. ഫഹും ലാ യസ്മഊൻ, ചെവിയുണ്ടായിട്ടും കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും കേൾക്കാതെ, ചെവി കൊടുത്ത് കേൾക്കാതെ അതിനെ അവഗണിച്ച് തള്ളുന്ന എത്രയെത്ര ആളുകളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അപ്പം നിഷേധികളായ ആളുകളിൽ അധികം ആളുകളും ആ നിലക്ക് ഖുർആനെ അവഗണിച്ചത് കൊണ്ടാണ് അവർ നിഷേധത്തിലേക്ക് എത്തപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫുസ്സിലത്ത്, വിശുദ്ധ ഖുർആനിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വാക്കാണ് ഫുസ്സിലത്ത്. എന്താണ് ഫുസ്സിലത്ത്? നമ്മുടെ ഈ അധ്യായത്തിന്റെ പേര് കൂടെ ഫുസ്സിലത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ഫുസ്സിലത്ത്? വിശുദ്ധ ഖുർആൻ ഈ ആയത്തുകളിലൂടെ ഫുസ്സിലത്ത് എന്ന് വിശദീകരിച്ചതിന് രണ്ട് നിലക്കുള്ള വ്യാഖ്യാനങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. രണ്ട് നിലക്കുള്ള അർത്ഥങ്ങളും നമുക്ക് കാണാം. ഒന്ന്, വിവരിക്കപ്പെട്ടു എന്നും, രണ്ട്, വേർതിരിക്കപ്പെട്ടു എന്നും, രണ്ട് നിലക്കുള്ള അർത്ഥങ്ങൾ അതിന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രണ്ട് വ്യാഖ്യാനങ്ങളായിക്കൊണ്ട് അതിനെ വിശദീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തേത്, ഖുർആന്റെ ആയത്തുകളാകുന്ന വചനങ്ങൾ, അതുപോലെ തന്നെ അതല്ലെങ്കിൽ അതിൻ്റെ അധ്യായങ്ങൾ, ആയത്തുകളോ അതല്ലെങ്കിൽ ആയത്തുകൾ ഉൾക്കൊള്ളുന്ന സൂറത്തുകളോ, ഓരോന്നിനും, ഓരോ സൂറത്തുകൾക്കും അല്ലെങ്കിൽ ഓരോ ആയത്തുകൾക്കും പ്രത്യേക തരത്തിലുള്ള പ്രാരംഭവും സമാപനവും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമാക്കി തിട്ടപ്പെടുത്തി വെച്ചു എന്നാണ്. എല്ലാ സൂറത്തും ഒരുപോലെയല്ല തുടങ്ങുന്നത്, എല്ലാ സൂറത്തും ഒരുപോലെയല്ല അവസാനിക്കുന്നത്. ഓരോ സൂറത്തുകൾ തുടങ്ങുന്നത് ഓരോ പ്രത്യേക സ്വഭാവത്തിലാണ്. ഓരോ ആയത്തുകൾ തുടങ്ങുന്നത് ഓരോ പ്രത്യേക സ്വഭാവത്തിലാണ്. നമുക്കറിയാലോ, എല്ലാ സൂറത്തുകളും ആരംഭിക്കുന്നത് ഒരുപോലെയല്ല. എല്ലാ സൂറത്തുകളും അതല്ലെങ്കിൽ എല്ലാ ആയത്തുകളും തുടങ്ങുന്നതോ അവസാനിക്കുന്നതോ അതിൻ്റെ പ്രാരംഭമോ സമാപനമോ ഒന്നും ഒരുപോലെയല്ല. ഒക്കെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ കൃത്യമായി തിട്ടപ്പെടുത്തിയതാണ് എന്നതാണ് ഫുസ്സിലത്ത് എന്ന് വിശുദ്ധ ഖുർആനിനെ വിശദീകരിച്ചതിൻ്റെ ഒരു വ്യാഖ്യാനമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി രണ്ടാമത്തതോ, ഖുർആനിൻ്റെ ഓരോ വചനവും അതുപോലെ തന്നെ ഓരോ അധ്യായവും അതിലുൾക്കൊള്ളുന്ന ആശയങ്ങൾ അത് വായിക്കുന്ന ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനെ ക്രമീകരിച്ചു എന്നാണ്. നമുക്കറിയാലോ,
ഖുർആൻ വായിക്കുന്ന ഏതൊരാൾക്കും ഞാൻ ഖുർആൻ വായിച്ചിട്ട് പഠിച്ചിട്ട് എനിക്കതിൽ നിന്നൊന്നും മനസ്സിലായിട്ടില്ല എന്നൊരാളും പറയൂല. വിശുദ്ധ ഖുർആനിന്റെ 114 സൂറത്തുകളിൽ അടങ്ങിയിട്ടുള്ള 6200ഓളം വരുന്ന ആയത്തുകൾ, ആ ആയത്തുകൾ ഓതിയിട്ട് ആ സൂറത്തുകൾ വായിച്ചിട്ട് എനിക്കൊരു നല്ലതും കിട്ടിയില്ല, എനിക്കൊന്നും മനസ്സിലായില്ല എന്നൊരാളും പറയൂല. എന്തേ കാരണം? ഏതൊരു മനുഷ്യനും വായിച്ച് മനസ്സിലാക്കാൻ, അത് മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ കഴിയുമാറ് അത്രയും വിശദീകരിക്കപ്പെട്ട, അത്രയും വ്യവസ്ഥാപിതമായ രൂപത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ, വിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങളെ അത്രയും സമർത്ഥമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ 2 നിലക്കുള്ള വ്യാഖ്യാനങ്ങളാണ് ഫുസ്സിലത്ത് എന്നതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. 2 വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നോക്കൂ നിങ്ങൾ 5-ാമത്തെ വചനം. വഖാലു, അവർ പറയുകയും ചെയ്യുന്നു. എന്താണ് അവർ പറയുന്നത്? ഖുലൂബുനാ ഫീ അകിന്നത്തിൻ മിമ്മാ തദ്ഊന ഇലൈഹി വഫീ ആദാനിനാ വഖ്റുൻ. വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആൻ കേൾക്കാത്ത, അതിന് ചെവി കൊടുക്കാത്ത നിഷേധികളായ ആളുകൾ, ആ ആളുകൾ പറയാണ് വഖാലു, അവർ പറയും ഖുലൂബുന. എന്താ ഖുലൂബ്? ഖൽബ്. ഖൽബിന്റെ ജംആണ് ഖുലൂബ്. ഖുലൂബിന്റെ മുഫ്രദാണ് ഖൽബ്. എന്താണ് ഖൽബ്? ഹൃദയം. നമുക്കറിയാലോ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മോട് നിർദ്ദേശിക്കപ്പെട്ട പ്രാർത്ഥനയാണ്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥ, സബ്ബിത്ത് ഖൽബി അലാ ദീനിക്, നിന്റെ മതത്തിൽ ഞങ്ങൾ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണേ എന്നാണ് ഖൽബ്, ഹൃദയം. അല്ലേ? ആ ഹൃദയം. വഖാലു, അവിശ്വാസികളായ, വിശുദ്ധ ഖുർആനിനെ അവഗണിച്ച, അതിനെ വിസ്മരിക്കുന്ന, അതിന് ചെവി കൊടുക്കാത്ത, അതിനോട് മുഖം തിരിയുന്ന അവിശ്വാസികളായ ആളുകൾ പറയാണ് ഖുലൂബുന, ഞങ്ങളുടെ ഹൃദയങ്ങളുണ്ടല്ലോ, ഫീ അകിന്നത്തിൻ, ഫീ അകിന്നത്തിൻ. അതെന്താണ്? അതൊക്കെ ഒരു ചില പ്രത്യേകമായ മൂടുകളിട്ട്, അതല്ലെങ്കിൽ ചില പ്രത്യേകമായ മൂടികളിട്ട് വെച്ചിരിക്കാൻ, ചില പ്രത്യേകമായ മൂടികളിലാണ് ആ ഹൃദയങ്ങളുള്ളത്. മിമ്മാ തദ്ഊനാ ഇലൈ, നീ ഏതൊന്നിലേക്കാണോ ക്ഷണിക്കുന്നത്, നീ ഏതൊരു കാര്യത്തിലേക്കാണോ ഞങ്ങളെ ക്ഷണിക്കുന്നത്, ആ കാര്യത്തെ തൊട്ട് ഞങ്ങൾ ഹൃദയങ്ങളൊക്കെ ഒരു പ്രത്യേകമായ മൂടിയിട്ട് വെച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. നീ പറയുന്നതൊന്നും ഹൃദയം സ്വീകരിക്കൂല. മുഹമ്മദെ, നീ ഞങ്ങളോട് എന്തു പറഞ്ഞാലും ആ പറയുന്നതൊന്നും സ്വീകരിക്കാൻ മാത്രം തുറന്നു കിടക്കുകയല്ല ഞങ്ങൾ ഹൃദയങ്ങൾ, അതൊക്കെ ഞങ്ങൾ മൂടി വെച്ചിരിക്കാൻ, അതൊക്കെ ഒരു മൂടുപടത്തിനുള്ളിലാണ് എന്ന് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലേ? എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് അവിശ്വാസികളായ ആളുകൾ പറയാ വഫീ ആദാനിന വഖ്റുൻ, ഞങ്ങളുടെ ചെവികളിൽ, ആദാൻ ഉദുനുൻ ജംഅ, ആദാൻ ചെവികൾ, അല്ലേ? ആദാൻ ഉദുന് ചെവി, ആദാൻ വഫീ ആദാനിന വഖ്റുൻ, ഞങ്ങളുടെ കാതുകളിൽ ഒരു പ്രത്യേക തരം അടപ്പുണ്ട്, ഒരു പ്രത്യേക തരം കട്ടിയുണ്ട്. ആ കട്ടി കൊണ്ട്, അടപ്പ് കൊണ്ട് ഞങ്ങളുടെ ചെവിയൊക്കെ പൊത്തിവെച്ചിരിക്കാൻ, നീ എന്തു പറഞ്ഞാലും അത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ ഹൃദയം മൂടി വെച്ചിരിക്കാൻ, വഫീ ആദാനിന വഖ്റുൻ, ഞങ്ങളുടെ ചെവികളിൽ ഒരു പ്രത്യേക തരം ഭാരം കൊണ്ട് അതൊക്കെ അടച്ചു വച്ചിരിക്കാൻ. ഭാരമെന്നോ അതല്ലെങ്കിൽ കട്ടിയെന്നോ അതിനൊക്കെ ആ വഖർ എന്ന പദത്തിന് അർത്ഥം നമുക്ക് പറയാൻ സാധിക്കും. വഫീ ആദാനിന വഖ്റുൻ, ഞങ്ങളുടെ ചെവിയിൽ ഒരു പ്രത്യേക തരം ഭാരമുണ്ട്, ഒരു പ്രത്യേക തരം കട്ടിവുണ്ട്, അതൊക്കെ അടച്ചു വച്ചിരിക്കാൻ. മുഹമ്മദ്, നീ എന്തു പറഞ്ഞാലും, നീ ഏതൊന്നിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചാലും ഞങ്ങളുടെ ഹൃദയമൊക്കെ മൂടി വെച്ചിരിക്കുകയാണ്, ഞങ്ങളുടെ ചെവികളിലൊക്കെ ഭാരം വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അവർ പറയാണ് വമിൻ ബൈനിനാ വബൈനിക ഹിജാബുൻ ഫഅമൽ ഇന്നനാ ആമിലൂൻ. അവർ പറയും ഞങ്ങളുടെയും നിന്റെയും ഇടക്ക് യോജിക്കാത്ത വണ്ണം ഒരു മറയുണ്ട്, ഒരു ഹിജാബുണ്ട്. നമ്മൾ ഒരിക്കലും യോജിക്കൂല. ഞങ്ങൾ പറയുന്നതല്ല നീ പറയുന്നത് ഉൾക്കൊള്ളാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂല. ഞങ്ങൾ പറയുന്നത് സ്വീകരിക്കാൻ നീ തയ്യാറല്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കാഫിറൂനൊക്കെ നമുക്കറിയാലോ, അതിറങ്ങാനുണ്ടായ സാഹചര്യം. അവരുടെ അടുക്കൽ വന്ന്, പ്രവാചകന്റെ അടുക്കൽ വന്ന് ഖുറൈശികൾ പറഞ്ഞില്ലേ, മുഹമ്മദെ, നീ വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന നിന്റെ ദൈവത്തെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാം, പക്ഷെ ഒരു കാര്യം ചെയ്യണം, ഞങ്ങൾ വിളിക്കുന്ന ദൈവങ്ങളെ നീയും വിളിക്കണം. അല്ലെ? ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു ചർച്ച അവിടെ നടക്കുകയാണ്. ആ സമയത്താണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കാഫിറൂൻ ഇറങ്ങിയത്, നമുക്കറിയാം. അപ്പോ ഇവര് പറയാണ്, അവിശ്വാസികളായ ആളുകൾ പറയാ വമിൻ ബൈനിന വബൈനിക ഹിജാബുൻ, നമുക്കും നിനക്കും ഇടയിൽ ഒരു ഹിജാബുണ്ട്, ഒരു മറയുണ്ട്.
ഒരിക്കലും നമ്മൾ യോജിക്കൂല. ഈ മറ ഒരിക്കലും പോകൂല, ഈ ഹിജാബ് ഒരിക്കലും മായൂല. ആ ഹിജാബ് ഉള്ളിടത്തോളം കാലം ഈ വിഷയത്തിൽ നമുക്ക് ഐക്യപ്പെടാൻ കഴിയൂല. സഹോദരങ്ങളെ, വലിയൊരു നിലപാട് ഇവിടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, ആദർശത്തിൻ്റെ വിഷയത്തിൽ ഒരിക്കൽ പോലും ഒരു സന്ധി, ഒരു ചർച്ച, അതല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ച നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തയ്യാറായിട്ടില്ല. പ്രവാചകനോട് ഖുറൈശികൾ പറയാണ്, അവിശ്വാസികൾ പറയാണ്, എനിക്കും അല്ലെങ്കിൽ നമുക്കും നിനക്കും ഇടയിൽ ഒരു ഹിജാബുണ്ട് അല്ലേ, ആ ഹിജാബ് ഒരിക്കലും നമ്മളെ യോജിപ്പിക്കൂല, ആ ഹിജാബ് ഒരിക്കലും അവിടുന്ന് മാറൂല. ഒരിക്കലും യോജിക്കാത്ത വിധം ഒരു വലിയ ഹിജാബ് എനിക്കും നിനക്കും അല്ലെങ്കിൽ നമുക്കും നിനക്കും ഇടയിലുണ്ട് എന്ന് അവർ പറയാൻ. ഫഅമൽ ഇന്നനാ ആമിലൂൻ, ഫഅമൽ, അതുകൊണ്ട് നീ പ്രവർത്തിച്ചു കൊള്ളുക, ഇന്നനാ ആമിലൂൻ, നിശ്ചയമായും ഞങ്ങൾ പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് മുഹമ്മദ് നീ പ്രവർത്തിച്ചോ, നിനക്ക് ചെയ്യാനുള്ളതൊക്കെ നീ ചെയ്തോ, ഞങ്ങളും അതേപോലെ പ്രവർത്തിക്കുന്നവരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുറൈശികളായ അവിശ്വാസികളായ ആളുകൾ പറയാൻ. പ്രവാചകൻ വളരെ മോശമായിക്കൊണ്ടാണ് പ്രവാചകനോട് പെരുമാറിയത്. ഉത്ബ വളരെ മോശമായിക്കൊണ്ടാണ് സംസാരിച്ചത്. പക്ഷേ പ്രവാചകൻ അവർക്ക് കൊടുക്കുന്ന മറുപടി, ഖുൽ റസൂലേ, നിങ്ങൾ പറയണം. അള്ളാഹു പറഞ്ഞു കൊടുക്കാറ്, പ്രവാചകരെ നിങ്ങൾ പറ, എന്താണ് പറയേണ്ടത്. അവർ പറയുന്ന അതേ സ്വരത്തിൽ, അതേ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, തെമ്മാടിയെന്നും താന്തോന്നിയെന്നും ഏറ്റവും വലിയ ലക്ഷണം കെട്ടവനൊക്കെ ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടതല്ല. ഖുൽ റസൂലെ, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇസ്ലാമിൻ്റെ മര്യാദ എങ്ങനെയാണ്? ഇങ്ങോട്ട് അപമര്യാദയായിട്ട് പെരുമാറിയാലും അങ്ങോട്ട് തിരിച്ച് മാന്യമായ ഭാഷ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, അതുപോലെ തന്നെ ബഹുമാനത്തിൻ്റെ, ആദരവിൻ്റെ സംസാരങ്ങൾ. അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഇന്നമാ അന ബശറും മിസ്ലുക്കും, എടോ ഞാനും നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ്, ഞാനും നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ്. പക്ഷെ എന്താ എനിക്കുള്ള പ്രത്യേകത? യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ പറയാ, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലുള്ള സാധാരണ മനുഷ്യൻ, നിങ്ങളെപ്പോലെ കയ്യും ഭൗതികമായ ശരീരത്തിൽ ഞാനോ നിങ്ങളൊന്നും വലിയ വ്യത്യാസമല്ല. എനിക്കും വേദനിക്കും, എൻ്റെ ശരീരത്തിൽ രക്തം പൊടിയും, എനിക്ക് വിശക്കും, എനിക്ക് ദാഹിക്കും, എനിക്ക് സങ്കടമുണ്ട്, പ്രയാസങ്ങളുണ്ട്. പ്രവാചകൻ ഉഹദിന്റെ രണാങ്കണത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾ നമുക്കറിയാം. പല്ല് പൊട്ടിപ്പോയി, പ്രവാചകന്റെ മുഖത്തുനിന്ന് ചോരയൊലിച്ചു, സ്വഹാബത്ത് ഇത് കണ്ടതാൻ, ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയതാൻ. പ്രവാചകൻ സാധാരണ മനുഷ്യനാ, നമ്മളെപ്പോലെ പ്രകൃതിപരമായി ഞാനും നിങ്ങളൊക്കെ എങ്ങനെയാണോ അങ്ങനെ നമ്മളെപ്പോലുള്ളൊരു മനുഷ്യൻ. പക്ഷെ എന്താ പ്രത്യേകത? യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. ഒറ്റ പ്രത്യേകതയുള്ളത്, അള്ളാഹുവിൻ്റെ റസൂലിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വഹി ഇറക്കി കൊടുത്തു, ദൈവിക സന്ദേശം നൽകുന്നു. എന്താണ് ദൈവിക സന്ദേശം? അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, ഏകനായ ഇലാഹിനെ കുറിച്ചുള്ള, നിങ്ങളുടെ ആരാധ്യനായ ഏകനായ ഇലാഹിനെ കുറിച്ചുള്ള ആ വഹ്യ്, ദൈവിക സന്ദേശം അള്ളാഹുവിൻ്റെ റസൂലിന് ലഭിക്കുന്നു എന്നതാണ്. ഇതാണ് റസൂലിനുള്ള പ്രത്യേകത. ഇതാണ് ഒരു മനുഷ്യൻ എന്നതിനപ്പുറത്ത്, ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മളെപ്പോലെയുള്ള സംവിധാനങ്ങളും ഭൗതിക ശാരീരികമായ ക്രമങ്ങളൊക്കെ റസൂലിനുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് റസൂലിൻ്റെ പ്രത്യേകത എന്താണ്? അള്ളാഹു ഏകനാണ് എന്ന് ദൈവിക സന്ദേശം റസൂലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വഹി ലഭിക്കുന്നു. ആ വഹിയിലൂടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, അള്ളാഹുവാണ് ഏകനായ ഇലാഹ്, അല്ലല്ലാതെ വേറൊരു ഇലാഹില്ല എന്ന് ആ ദൈവിക സന്ദേശത്തിലൂടെ അള്ളാഹു ഈ സമൂഹത്തെ പ്രവാചകനിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ. ഫസ്തഖീമു ഇസ്തിഖാം. എന്താ ഇസ്തിഖാമ? നിങ്ങൾ നേരായ മാർഗത്തിൽ, നേരെ ചൊവ്വെ ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം, വക്രതയില്ലാതെ, സംശയമില്ലാതെ, നിസ്സംശയം അള്ളയാണ് ഏകൻ എന്ന് പഠിപ്പിക്കുന്ന, അള്ളാഹുവാണ് ആരാധ്യൻ എന്ന് പറയുന്ന ആ അടിസ്ഥാന ആദർശത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. അവിടെ ഒരു സംശയം അല്ലേ? അല്ലല്ലാത്തവരോട് പ്രയാസം ഉണ്ടാകുമ്പോൾ തേടിയാൽ, അള്ളാഹു അല്ലാത്തവരോട് സങ്കടത്തിൻ്റെ അവസ്ഥയിൽ പ്രാർത്ഥിച്ചാൽ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് തേടിയാൽ ഇല്ല,
അല്ലാഹ് മാത്രമാണ് ആരാധ്യൻ, അല്ലാഹു മാത്രമാണ് ആരാധ്യൻ. ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറൂ, ആ മാർഗത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. അള്ളാഹുവാണ് ഇലാഹെന്ന് ആ മാർഗത്തിൽ നിങ്ങൾ ചൊവ്വായി നിലകൊള്ളണം. വസ്തഗ്ഫിറൂ വസ്തഗ്ഫിറൂ, എന്നിട്ട് അവനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യണം. വവൈലുൽ ലിൽ മുശ്രിക്കീൻ, ശിർക്ക് ചെയ്യുന്ന, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവർക്ക് നാശം, അവർക്ക് നാശമാണ്. നോക്കി നിങ്ങൾ, എത്ര ക്ലിയർ ആണ് ഇസ്ലാമിൻ്റെ ആദർശം. അള്ളാഹുവിന് പുറമെ അള്ളാഹിൻ്റെ സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, ലോകത്തിൻ്റെ സകല സൃഷ്ടിചരാചരങ്ങളെയും സൃഷ്ടിച്ച മനുഷ്യ ശരീരത്തെ ഇത്ര പക്വമാർന്ന രൂപത്തിൽ, എത്ര പെർഫെക്ഷനോടുകൂടെ അള്ളാഹ് സംവിധാനിച്ചു. ലോകത്ത് മെഡിക്കൽ സയൻസും അതുപോലെ തന്നെ ആധുനിക സംവിധാനങ്ങളൊക്കെ വളർന്നുകൊണ്ടിരിക്കുക. മനുഷ്യന്റെ മനസ്സ് ചിന്തിക്കുന്നത് പോലും നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലുകളിലേക്ക് പകർത്താൻ കഴിയുന്ന വിധത്തിൽ സംവിധാനങ്ങൾ പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതുപോലെ ചോരയോടുന്ന, രക്തമോടുന്ന, രക്തധമനികളുള്ള, നാഡീനരമ്പുകളുള്ള, അതുപോലെ തന്നെ ശരീരത്തിൽ പേശികളുള്ള, മാംസമുള്ള, എല്ലുകളുള്ള, ധമനികളുള്ള ഒരു ശരീരത്തെ സൃഷ്ടിക്കാൻ, ജീവൻ കൊടുക്കാൻ എന്തേ മെഡിക്കൽ സയൻസിന് സാധിക്കാത്തത്? അതൊക്കെ സംവിധാനിച്ചത് അള്ളാഹിൻ്റെ കഴിവാണ്. എന്നിട്ട് അള്ളാഹ് പറയാ, ഇതൊക്കെ ഉണ്ടാക്കി എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം. അതിനപ്പുറത്തേക്ക് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ നിങ്ങളെ സമീപിച്ചാൽ വവൈലുൽ ലിൽ മുശ്രിക്കീൻ, അങ്ങനെ ശിർക്ക് ചെയ്യുന്നവർക്ക് നാശം. ഇതൊക്കെ ഉണ്ടാക്കിയത് അള്ളയാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, മനുഷ്യരെ സൃഷ്ടിച്ചത്, സകല സൃഷ്ടിചരാചരങ്ങളെ സൃഷ്ടിച്ചതും, ജീവനുള്ളതും ഇല്ലാത്തതും, നിർജീവമായതും അജൈവമായതും, ചെറുതും വലുതും എല്ലാ വസ്തുക്കളെയും അള്ളാഹ് സൃഷ്ടിച്ചിട്ട് അള്ളാഹിനെ ആരാധിക്കാൻ നിങ്ങൾ തയ്യാറാകണില്ലേ? അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണോ? എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, വവൈലുൽ ലിൽ മുശ്രിക്കീൻ, ശിർക്ക് ചെയ്യുന്നവർക്ക് നാശം. അള്ളാഹിനെ പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടാകാം, നമ്മുടെ സൗഹൃദ വലയങ്ങളിലുണ്ടാകാം, നമ്മുടെ ബന്ധങ്ങളിലുണ്ടാകാം. തിരുത്തി കൊടുക്കണം നമുക്ക്, അതിന് സാധിക്കണം നമുക്ക്. ഖുർആൻ പഠിക്കുന്നതിലൂടെ, അത് ജീവിതത്തിൽ പകർത്തുന്നതിലൂടെ അതിന് കൂടെ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. അതിനാണ് നമ്മളിത് പഠിക്കുന്നത്. നമ്മുടെ സഹോദരങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. എത്ര ആളുകൾ ശിർക്കൻ കേന്ദ്രങ്ങളിലേക്ക് ഖബറുകൾ കെട്ടിപ്പൊക്കി അവിടെ പ്രതീക്ഷയോടെ, പ്രത്യാശയോടുകൂടെ സങ്കടങ്ങൾ പറയാനും ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയൊക്കെ പോകുന്ന എത്ര ആളുകളുണ്ട്. വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവർ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട പലരുടെയും ഖബറുകൾ ചെന്ന് അവരൊക്കെ വലിയ മഹാന്മാരാണ്, അവരൊക്കെ വലിയ വലിയുകളാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന, സഹായം അഭ്യർത്ഥിക്കുന്ന, കേണപേക്ഷിക്കുന്ന എത്ര ആളുകളുണ്ട്. ശിർക്കാണ് ചെയ്യുന്നത്. അള്ളാഹു പറയാ, വവൈലുൽ ലിൽ മുശ്രിക്കീൻ, അങ്ങനെ ശിർക്ക് ചെയ്യുന്നവർക്ക് നാശമാണ് കേട്ടോ. അങ്ങനെ ശിർക്ക് ചെയ്യുന്നവർക്ക്, ബഹുദൈവ വിശ്വാസികൾക്ക് നാശം. എന്നിട്ട് അവർ പറയാൻ, എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയാൻ, അല്ലദീന ലാ യുഅ്തൂന സകാത വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. ആ മുശ്രിക്കുകളായ ആളുകളുടെ രണ്ട് പ്രധാനപ്പെട്ട സ്വഭാവങ്ങൾ, ആ രണ്ട് സ്വഭാവങ്ങൾ അള്ളാഹു എടുത്തു പറയാൻ. അല്ലദീന, അവരൊരു കൂട്ടരാണ്, ലാ യുഅ്തൂന സകാത, സകാത്ത് നൽകാത്തവരാണ് അവർ, സകാത്ത് നൽകാത്തവരാണ്. വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, അതുപോലെ തന്നെ അവർ അന്ത്യദിനത്തിൽ വിശ്വാസിക്കാത്തവരാണ്, അതിനെ അവിശ്വസിച്ചവരെ, കളവാക്കിയവരാണ്. ഇവിടെ ഈ 7-ാമത്തെ വചനത്തിൽ രണ്ട് സ്വഭാവങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ, ഖുറൈശികളുടെ അല്ലെങ്കിൽ മുശ്രിക്കുകളുടെ രണ്ട് സ്വഭാവങ്ങൾ. ഒന്നാമത്തെ എന്താണ്? അല്ലദീന ലാ യുഅ്തൂന സകാത്ത്, ഒരു സകാത്ത് കൊടുക്കൂല. ഇസ്ലാമിൽ സകാത്തിലുള്ള സ്ഥാനം നമുക്കറിയാലോ. ഇപ്പൊ നമ്മൾ നോമ്പിനുള്ളത്, ഈ റമളാനിൽ നമ്മളൊക്കെ സകാത്തിന്റെ നിസാബ് കണക്കാക്കിയിട്ട് അതിൻ്റെയൊക്കെ വിഹിതങ്ങൾ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണം ഇസ്ലാമിൽ സകാത്തിന്റെ സ്ഥാനം എന്താണ്. വിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തോട് 70ഓളം സ്ഥലങ്ങളിൽ, 70-ൽ പരം സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ എണ്ണി പറഞ്ഞൊരു കാര്യമാണ് അഖീമുസ്സലാ വആതു സക്കാ, നിസ്കരിക്കൂ, സകാത്ത് കൊടുക്കൂ. നിസ്കരിക്കൂ, നമസ്കാരം നിലനിർത്തൂ, സകാത്ത് കൊടുത്തുകൊണ്ടേയിരിക്കൂ. 70-ൽ പരം സ്ഥലങ്ങളിലാണ് ഈ പ്രയോഗം വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ സാധിക്കുക. അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആലോചിച്ച് നോക്ക്, ഇസ്ലാമിൻ്റെ പഞ്ചസ്തൂപങ്ങളിൽ സകാത്തുണ്ട്, നമസ്കാരമുണ്ട്, സകാത്തുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, അതിൽ സകാത്തുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനു ശേഷം ചില അറബ് ഗോത്രങ്ങൾ
ഞങ്ങൾ ഇനി സക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖലീഫയാണപ്പോൾ, റസൂലിൻ്റെ വഫാത്തിന് ശേഷം മുസ്ലിങ്ങൾ ഖലീഫയെ തിരഞ്ഞെടുത്തത് അബൂബക്കർ സിദ്ദീഖിനെയാണ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സക്കാത്ത് നൽകല്ല, സക്കാത്ത് തരൂല, സക്കാത്ത് നൽകൂല എന്ന് പറഞ്ഞ അറബ് ഗോത്രങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കാൻ. അത്രമാത്രം വലിയ ഗൗരവം. അതൊരിക്കലും സക്കാത്ത് കൊടുക്കുന്നവൻ ഇത് എൻ്റെ ഒരു സ്വാർത്ഥത കൊണ്ട് അല്ല, എൻ്റെ സ്വയം താല്പര്യം കൊണ്ട് കൊടുക്കുകയാണല്ല. അത് പാവപ്പെട്ടവൻ്റെ അവകാശമാണ്. പണക്കാരൻ അത് കൊടുക്കൽ ബാധ്യതയാണ്. ഇതില്ലെങ്കിലോ പാവപ്പെട്ടവൻ്റെ അവകാശത്തെ നമ്മൾ ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കാൻ. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കണം. മുശ്രിക്കുകളായ ആളുകളുടെ സ്വഭാവമായിക്കൊണ്ട് അള്ളാഹു പറയുന്നത് അല്ലദീന ലാ യുഅ്തൂന സക്കാത്ത്, അവർ സക്കാത്ത് കൊടുക്കാത്തവരാണ് എന്നാ. അപ്പൊ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് വിശ്വാസികളുടെ ഗുണമായിക്കൊണ്ടാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട്. ഹിജ്റ 2-ാം വർഷം യുദ്ധവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഇറങ്ങുന്നതിൻ്റെ തൊട്ടു മുമ്പാണ് സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ആ നിർബന്ധ ദാനം എന്നുള്ള രൂപത്തിലുള്ള സക്കാത്ത് അള്ളാഹു നിർബന്ധമാക്കുന്നത് ഹിജ്റ 2-ാം വർഷമാണ്. പക്ഷെ ഈ സൂറത്ത് മക്കിയായ സൂറത്താണ്, അഥവാ ഹിജ്റക്ക് മുമ്പുള്ള സൂറത്താണ്. പിന്നെ എങ്ങനെയാണ് ഇതിൽ സക്കാത്ത് വന്നത്? പിന്നെ എങ്ങനെയാണ് ഇതിൽ സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ഒരു ചെറിയ വിശദീകരണം അതുമായി ബന്ധപ്പെട്ട് അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ കൊടുക്കുന്നുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശമെന്ന് നമുക്ക് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ നിർബന്ധ ദാനം എന്നുള്ള നിലക്ക് നമ്മൾ വീട്ടിക്കൊണ്ടിരിക്കുന്ന ആ സക്കാത്ത് അല്ല എന്നും, അതുപോലെ തന്നെ പരിശുദ്ധി, അതുപോലെ ആത്മീയ ശുദ്ധത മുതലായ അർത്ഥത്തിൽ ഭാഷാർത്ഥത്തിലുള്ള സക്കാത്തോ അതുമല്ലെങ്കിൽ പൊതുവിലുള്ള ദാനധർമ്മങ്ങളോ ആണ് ഈ പറഞ്ഞ പ്രയോഗങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ചില ആളുകൾ, ചില പണ്ഡിതന്മാർ, ചില മുഫസ്സിറുകൾ അതിന് അഭിപ്രായം പറഞ്ഞു. ഇനി നമുക്ക് നിങ്ങൾ ഇബ്നു കസീർ റഹ്മഹുള്ള പോലെയുള്ള ഹദീസ് പണ്ഡിതന്മാർ, ഖുർആൻ പണ്ഡിതന്മാർ, മുഫസ്സിറുകളായ ആളുകൾ അവര് ഈ ആയത്തിനെ അതല്ലെങ്കിൽ ഈ വാചകത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് നിലവിലുള്ള സക്കാത്ത് നിയമം ഹിജ്റക്ക് ശേഷമാണ് ഇറങ്ങിയത്. നിലവിലുള്ള സക്കാത്ത് നിയമം വരുന്നതിന് മുമ്പ് തന്നെ പ്രവാചകത്വത്തിൻ്റെ നുബുവത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ മറ്റൊരു തരത്തിലുള്ള സക്കാത്ത് നിർബന്ധമായിരുന്നു. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശമെന്ന് ഇബ്നു കസീർ റഹിമഹുള്ള പോലെയുള്ള ഖുർആൻ വ്യാഖ്യാതാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇനി ഏതിരുന്നാൽ അതുകൊണ്ടാണ് ഈ വിശുദ്ധ ഖുർആൻ സൂറത്തു അൻആമിൽ അള്ളാഹു പറയാ, സൂറത്തുൽ അൻആം മക്കിയായ സൂറത്താണ്. ആ സൂറത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചു വആതു ഹഖ്ഖഹു യൗമ ഹസ്വാദിഹി, കാർഷിക വിളവെടുപ്പുന്ന ദിവസത്തിൽ നിങ്ങൾ അതിൻ്റെ ബാധ്യത കൊടുത്തു തീർക്കണം എന്ന്, അതിൻ്റെ കടമ നിങ്ങൾ കൊടുത്തു വീട്ടണം എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിലൂടെ അള്ളാഹു പഠിപ്പിക്കുക. സൂറത്തുൽ അൻആം മക്കിയായ സൂറത്താണ്. അപ്പോൾ റസൂലുള്ളാഹിന്റെ നുബുവത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള എന്തോ ഒരു നിർബന്ധ ദാനം ഉണ്ടായിരുന്നുവെന്നും അത് നൽകാത്തവരാണ് ഖുറൈശികൾ എന്നും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അവരുടെ രണ്ടാമത്തെ സ്വഭാവം എന്താണ്? അവർ പരലോകത്തെ നിഷേധിക്കുന്നവരാണ്. വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, അവർ പരലോകത്തെപ്പറ്റി അവർ അവിശ്വാസികളാണ് എന്നതാണ്. പരലോകത്തെപ്പറ്റി പരലോക വിശ്വാസത്തെ അവർ നിഷേധിച്ചു. മരണത്തോടു കൂടെ ഒക്കെ അവസാനിച്ചു പോകും, ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഉയർത്തെഴുന്നേൽപ്പില്ല, ഒരു വിചാരണ വരാനില്ല എന്നൊക്കെ അവർ ആ പരലോക ജീവിതത്തെക്കുറിച്ച് അവരതിനൊക്കെ നിഷേധിച്ച് തള്ളിയവരാണ്. എന്നിട്ട് അല്ലാഹു 8-ാമത്തെ വചനത്തിലൂടെ പറയാ, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ലഹും അജ്റുൻ ഗൈറു മംനൂൻ. അല്ലാഹു പറയണു, ഇന്നല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, നിശ്ചയമായും വിശ്വാസികളായ ആളുകൾ, വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ, ലഹും അജ്റുൻ ഗൈറു മംനൂൻ. അല്ലാഹു പറയാ, ലഹും അജ്റുൻ, അവർക്കുന്നതമായ, അവർക്ക് പ്രതിഫലമുണ്ട്, ഗൈറു മംനൂൻ, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത, ഒരിക്കലും നിഷ്ഫലമായി പോകാത്ത, ഒരിക്കലും ഇല്ലാതായി പോകാത്ത അവർക്ക് അത്തരത്തിലുള്ള പ്രതിഫലം അവർക്കുണ്ട് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ സൃഷ്ടിച്ചവനായ റബ്ബിനെ മാത്രം ആരാധിക്കുക,
അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നതും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നതുമൊക്കെ നിസ്സംശയം സ്വീകരിക്കുക. അവിടെ നമ്മളിങ്ങനെ കുറേ ചിന്തിച്ച് അവസാനം അതിനെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് ലോകത്ത് പല ആളുകളും അങ്ങനെയാണ്. ഒരുപാട് ചിന്തിച്ച് നമ്മുടെ ബുദ്ധി കൊണ്ടൊക്കെ ചിന്തിച്ചിട്ട് അവസാനം ഇതിനൊക്കെ പാടെ നിഷേധിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അവർ ചെവി കേൾക്കുന്നില്ല. അതിനൊക്കെ വിസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നാശമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അതുകൊണ്ട് അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടാകരുത്. ഇൻഷാ അല്ലാഹ് ആദ്യത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കുറച്ച് സമയമായി എന്നറിയാം, എങ്കിലും ശ്രദ്ധയോടുകൂടെ കേൾക്കുക, താല്പര്യത്തോടുകൂടെ പഠിക്കുക. നമ്മുടെ കുടുംബക്കാർക്കും നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കുമൊക്കെ ഇതിൻ്റെ ആയത്തുകളും അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും അതുപോലെ തന്നെ MSMനെ കുറിച്ചും ഖുർആൻ വിജ്ഞാന പരീക്ഷ എന്തിനാണ് നടത്തുന്നത്, നമ്മുടെ സഹോദരങ്ങൾ ഖുർആൻ പഠിക്കാൻ ഈ ആശയങ്ങളൊക്കെ പകർന്നു കൊടുത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ യുവഘടകങ്ങളെയും വിദ്യാർത്ഥി ഘടകങ്ങളെയും അതിൻ്റെ സ്ത്രീ വിഭാഗങ്ങളെയൊക്കെ അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളും അതിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുത്ത് വിശുദ്ധ ഖുർആൻ്റെ ആളുകളാക്കിയിട്ട് മാറ്റാൻ നമ്മൾ ശ്രമിക്കുക. ഇന്ന് ഇൻഷാ അല്ലാഹ് 8 വചനങ്ങളാണ് നമ്മൾ എടുത്തത്. 9ാമത്തെ ആയത്ത് മുതൽ ഇൻഷാ അല്ലാഹ് തൊട്ടടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.